അൾട്ടിമേറ്റ് ഗെയിമിലേക്ക് വേണ്ടി സാധനം ഗൈസ് ഉണ്ടല്ലോ. എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ആണെങ്കിലോ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നായിരുന്നു. അവൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നായിരുന്നു. പക്ഷേ അവനാണെങ്കിലുണ്ടല്ലോ ബസ്സിന് കയറിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്രോളില്ല. നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് പോയി ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഇവിടെ ഒരു പെട്രോൾ ഉണ്ടോ എന്ന് നോക്കാം. ഗൈസ് ഈ തെങ്ങിൻ്റെ ചുവട്ടിലൊരു പെട്രോള് നന്നായി ഒരു ആരം എടുത്ത് വെച്ചേക്കണം. എന്തായാലും കട്ടോണ്ട് പോവാം. അപ്പം എന്തായാലും നേരെ ഒഴിക്കാം. അപ്പോൾ ഒഴിക്കണേ. ഓക്കെ ഗൈസ് നമ്മളുണ്ടല്ലോ ഒഴിച്ചിട്ടോ. അപ്പോൾ എന്തായാലും നീയും ബസ്സിന് കയറി പോയിക്കോളാന്നാണ് പറഞ്ഞവൻ. അപ്പോൾ ഗൈസ് ഇതാരാ മിസ് കോൾ വന്നേക്കണം. എന്തായാലും പെട്ടെന്നൊന്ന് വിളിച്ചു പോയേക്കാം. അപ്പോൾ എന്തായാലും വിളിക്കട്ടോ. ഹലോ എടാ, നീ അറിഞ്ഞില്ലേ എന്നാ? എടാ ഇവിടെ പുതിയ മറ്റേ സാധനം നടക്കണോ? എന്നാ സാധനം? എടാ നമ്മുടെ മറ്റേയാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഒരു വലിയൊരു സ്ഥലമില്ലേ, ഒരു പ്രതിമ വെക്കണ സ്ഥലം. ആ പ്രതിമ വെക്കണ സ്ഥലം. അവിടെയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു റേസിങ്ങിൻ്റെ നടക്കണുണ്ട്. ഞാനും പോകണ്ട, നീ വന്നുണ്ടോ? റേസിങ്ങോ? എടാ 15,000 കോടി വേണം എൻ്റെ അള്ളിയാ. പിന്നെ മറ്റേ ഡയമണ്ട് എത്രയാണെന്നറിയാമോ? 900. എൻ്റെ അമ്പേ, ഞാൻ ഇത്രേ കണ്ടിട്ടില്ല. എടി മാറിക്കടി പെണ്ണുമ്പോളേ. എടാ ഞാൻ ഇവിടെ പറഞ്ഞ കേട്ടോ. എന്തായാലും അപ്പം ഞാൻ വരാം. എന്നാൽ ശരി. അപ്പം എന്തായാലും പെട്ടെന്നാ. മോനെ നീ എന്തായിരുന്നു പറഞ്ഞിരുന്നേ? അതിനാന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചത്. ഞാനും കൂടെ വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ചേച്ചി ഒരു കാർ എടുത്തോണ്ട് പോവാം, അവിടെ കാണാം. എന്നാൽ ശരി മോനെ, ലൊക്കേഷൻ അയച്ചേക്കാം. അപ്പം ഗൈസ് നമ്മളൊക്കെ നേരെ അവിടെ എത്തണം. എൻ്റെ അമ്മു പറഞ്ഞ പോലെ അല്ല കേട്ടോ, സെറ്റപ്പ് അറിയാം. അപ്പം നേരെ വണ്ടി എത്തിച്ച് വിടാം ഗൈസ്. റേസ് കൊടുക്കാനാണെങ്കിലോ കുറച്ച് സമയം കൂടെ മതി. അപ്പം എന്തായാലും നേരെ പെട്ടെന്ന് നോക്കാം. അതന്നെ ഗൈസ്, ആ ഗ്രീൻ ലൈറ്റ് കളിഞ്ഞ് അസ്ഥി കൂടാന്ന് തോന്നുന്നു. മറ്റേ സാധനം മറ്റേ സെമിത്തേരിയുടെ അവന്മാർ വന്നായിരിക്കും എന്ന് തോന്നുന്നു. അവിടെ സെമിത്തേരിക്ക് പണിയാനുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു ക്രിസ്ത്യാനികളുടെ ഒരു പള്ളിയുണ്ട്. ക്രിസ്ത്യാനി അല്ലല്ലോ. അപ്പം എന്തായാലും ആണെങ്കിൽ നേരെ പെട്ടെന്ന് പോകാം. അപ്പം എന്തായാലും ആണെങ്കിൽ അവരുടെ ആണെങ്കിൽ ഇങ്ങനെ മരിച്ചപാട് വരുന്നുണ്ടല്ലോ ഗൈസ്. മറ്റേ ഒരു വലിയൊരു മലയാട്ടോ. ഇങ്ങനെ ഓരോരോ മറ്റേ ബ്രൗൺ വര വെക്കണേ. ഈ വണ്ടിക്ക് ഇപ്പം മാറാത്ത സമയം. അപ്പം എന്തായാലും ഉണ്ടല്ലോ അത് അപ്പുറത്തായിട്ടാണ് കേട്ടോ ക്രിസ്ത്യാനികളുടെ പള്ളി. അപ്പം എന്തായാലും നേരെ പെട്ടെന്ന് നോക്കാം. ഞാനവിടെ ഒന്നും പോകാറില്ല ഗൈസ്. ഇവിടെ ചിലവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ, ഈ പോലീസുകാരൊക്കെ. അമ്മക്കൊക്കെ ഒരു മുഴുവൻ വട്ടാതെ തോന്നു. എൻ്റെ അമ്മോ, ഈ പോലീസുകാരെ ഇടിച്ചാൽ തീർന്നു. ഫുൾ സ്റ്റാറാണ് ഗൈസ്. ഈ തോക്കിൻ്റെ ഇപ്പുറമായിട്ട് സ്റ്റാറുകൾ തന്നെ കേട്ടോ. അപ്പം എന്തായാലും വാട്ടർ ലെവലാണെങ്കിൽ കുറച്ച് പണിയാണല്ലോ. ഇവിടെ കത്തണുണ്ടാവും ഈ കാറയിലോ. അവിടെയൊക്കെയാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു പരിപാടി ഒപ്പിച്ചിട്ടാണ് വന്നത്. അപ്പം എന്തായാലും അവനെവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും എടാ നീ വാടാ പെട്ടെന്ന്. ഞാൻ വരിക. നീ കാറെടുത്തോ? കാർ അപ്പുറമായിട്ടുണ്ട്. അപ്പം എന്തായാലും അവിടെ നിൽക്കണം. എല്ലാവരും നിന്നിട്ടുണ്ടോ? അതെ. അപ്പം എന്തായാലും നമുക്ക് നേരെ അത് എടുത്താം. അപ്പം എന്തായാലും കണ്ടിന്യൂ. അപ്പം ആണെങ്കിൽ നേരെ ഇടാം. എന്നാൽ ശരിയാ, നീ വിട്ടോ. ഓക്കെ ഗോ. അപ്പം എന്തായാലും നേരെ കത്തിച്ച് വിടണം ഗൈസ്. എൻ്റെ അമ്മോ, എൻ്റെ അള്ളിയാ. അയ്യോ വണ്ടി പൊങ്ങിപ്പോയി. എൻ്റെ അളിയ ഇപ്പോഴേ വണ്ടി പോകണ്ട. എടാ എന്താ പറ്റിയത്? ഗായ്സ് തെറ്റിപ്പോയി. എന്നാ പിന്നെ വണ്ടിയാണോ? അവിടെ ഇരിച്ചിരിക്കണം, സേഫാ. പെട്ടെന്ന് പോടേ, ഒന്ന് പെട്ടെന്ന് പോ. ഇതെന്നാ പന്ന വണ്ടിയാണോ? ഒന്ന് മാറിക്ക് കിളവാ. പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു. ഒന്ന് കത്തിച്ച് വിടാം നമുക്ക് പെട്ടെന്ന്. ഫുൾ സ്പീഡിൽ പോകണം നമുക്ക്. എടാ നീ എന്നെ തോപ്പിച്ച്. അവൻ്റെ മുമ്പിൽ കയറി പോയിട്ടോ. നന്നായി. മോനെ നന്നായിട്ടുണ്ട് അവിടെ ഇടിച്ചു കിടങ്ങാൻ. പെട്ടെന്ന് പോ. ഇവരൊക്കെ വെറും പണിയാ, പേട്ടപണി. ഇപ്പം പെട്ടെന്ന് കത്തിച്ച് വിടാം ഗായ്സ്. അവരെന്നോട്ടേക്കാണ് പോണേന്നറിയില്ല കേട്ടോ. എൻ്റെ അമ്മ വഴി തെറ്റുമോയെന്നറിയില്ല കേട്ടോ. നേരെ പോവാം. എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ ഇതെവിടെയാന്ന്. ഇവിടെ അല്ലായിരുന്നോ? ഇപ്പം സമയം കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. അയ്യോ
സമയം തെറ്റി ഗായ്സ്. ഊഫ്, നമ്മളെ റേസ് പാളിപ്പോയി. ഇപ്പം പെട്ടെന്ന് പോവാം. ഇവിടെ അല്ലേ? അപ്പം പറഞ്ഞ പോലെ ശരിയാട്ടോ ഗൈസ്. അപ്പം നേരെ ശരിയാ. ഓ, പെട്ടെന്ന് എത്തിയേക്കാം. ഇവിടെ അല്ല, പിന്നെ എങ്ങനെയാ ഗായ്സ്? വഴി തെറ്റിന്നാന്ന് തോന്നുന്നു. എടാ ഇതല്ലേ, പിന്നെ എവിടെയാ? ഷഡ്ഡാ, ഇതെന്നാ പരിപാടിയായിരിക്കും? അതെന്നാവാണ് ഗായ്സ്? വഴി തെറ്റിയെന്ന് തോന്നുന്നില്ല കേട്ടോ. എടാ വഴി തെറ്റിയോ? ആന്ന് തോന്നട്ടോ, വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഞാൻ നേരെ അപ്പുറത്തെ സിറ്റിയിൽ പോയി നോക്കിയിട്ട് വരാം. എടാ പോണ്ടാ, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എന്തായാലും അപ്പുറത്തെ വഴിയാണെന്ന് തോന്നുന്നു. സിറ്റിയിലേക്ക് പോകണം എന്തായാലും എനിക്കറിയാം. അപ്പുറത്തെ വഴിയാ. നമുക്ക് നേരെ അങ്ങ് അയാളെ പറ്റിച്ചാന്ന് തോന്നുന്നു. ഓ ഷെറ്റ് ബ്ലഡി മാൻ. വഴി തെറ്റിയതാ ഗൈസ്. എനിക്കറിയായിരുന്നു വഴി തെറ്റുമെന്ന്. ആമാർക്കും വഴി തെറ്റിയതാ. എടാ നേരെ പോണ്ട, ആ വഴിയല്ല, ഈ വഴിയിലൂടെയാ. ഉയ്യോ ഷെറ്റ്. അവൻ നീ എന്തായാലും അവിടെ വായും പൊളിച്ചിരിക്കാൻ നോക്ക് ഗൈസ്. വഴി തെറ്റിയൊന്നും തോന്നുന്നില്ല കേട്ടോ ഗൈസ്. ഞാൻ വഴി തെറ്റിയതല്ല, ഞാൻ ഒരു ലെവലും കൂടെ ആക്കിയില്ലായിരുന്നു. എൻ്റെ അമ്മ, ഞാൻ തെറ്റി. ഞാൻ വീണ്ടും തോറ്റു. എന്തായാലും അടുത്ത റേസ് ജയിക്കാം. തോറ്റുപോയി. അവിടുത്തെ വരയും കൂടെ ഞാൻ വിട്ടില്ല. എൻ്റെ അമ്മോ, ഒന്ന് മാറിക്കട കോപ്പേ. വഴി തെറ്റിയതല്ല, എനിക്ക് നേരത്തെ അറിയായിരുന്നു. അവൻ വിളിച്ചു ചോദിച്ചായിരുന്നു നീ ഒരു ലെവലും കൂടെ പൂർത്തിയാക്കിയില്ലാന്ന്. ഞാൻ വീണ്ടും തോറ്റ്. വീണ്ടും പഴയ പോലെ ആക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും എനിക്ക് റീസ്റ്റാർട്ട് വീണ്ടും ചെയ്യാൻ പോവാം. നല്ലത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് വീണ്ടും പോവാം ഗൈസ്. ഈ വരയായിട്ട് ഞാൻ പൂർത്തിയാക്കാത്ത, അത് ചെയ്തില്ല ഞാൻ. എന്തായാലും പെട്ടെന്ന് പോയേക്കാം. ഈ വണ്ടിക്ക് തന്നെ കോപ്പാണോ പന്ന വണ്ടി? ഒന്ന് മാറിക്ക് പൊന്നളിയാ. മാസമായി ഉണ്ടായി. ഞാൻ ഫസ്റ്റ് കയറും. നീ അവിടെ തോറ്റിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഉയ്യോ ഷെറ്റ്. അവന്മാരൊക്കെ പുറകിലാണ് കേട്ടോ, എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ. അവന്മാർക്ക് തോന്നി വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഞാനല്ല, അയാളാണെന്ന് തോന്നുന്നു. മറ്റേത് ഈ ഗെയിം, ഈ മറ്റേ അയാൾ. അവിടെയാണെങ്കിൽ ഒരു മാനേജർ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ റീസ്റ്റാർട്ട് ചെയ്താൽ ഒരാൾ പൂർത്തിയാക്കിയില്ലാന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പോവാം. 1 മണിക്കൂറിൻ്റെ സമയമുള്ളൂ. എനിക്ക് പെട്ടെന്ന് കത്തിച്ച് വിടണം. പണിയാണെങ്കിൽ ആരെ ഫോണിൽ വിളിക്കണുണ്ടല്ലോ. എടാ നീ എന്നെ ചതിച്ചല്ലേ? എന്താടാ മോനെ, നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഓർത്തല്ലേ. എന്നെ ചതിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോടാ എനിക്ക്. മിണ്ടാണ്ടിരാ. അപ്പം എന്തായാലും കയറി വന്നോട്ടോ. ഗുഡ് ബൈ. എടാ വെച്ചിട്ട് എന്തായാലും വെച്ചിട്ട് പോണ്ട സമയം. ഇവനൊക്കെ വെറും പണിയില്ല. അയ്യോ അത് പൂർത്തിയാക്കിയില്ല. വീണ്ടും പുറകിലേക്ക് വിട, എന്നിട്ട് വീണ്ടും കത്തിച്ച് വിട. വിട്ടോ കത്തിച്ച് വിടറ മോനെ. നമ്മുടെ എത്തിയടാ. സമയം കഴിയാറായെന്ന് തോന്നുന്നു. 1 മണിക്കൂറും കൂടി ആയുള്ളൂ. എന്നാലും പെട്ടെന്ന് കത്തിച്ചിടാം. എൻ്റെ അമ്മ, ഒരാൾ മുമ്പിക്കരും. പൊട്ടാളിയ, ഞാനര മോനെ. എൻ്റെ അളിയ, ഇതെന്നോടാണ് കളി. സെറ്റപ്പ് പോലെ അടിസാ. എന്നോടാണ് കളി. ഇതാരാ വിളിക്കണേ? എന്നാലും നീ എന്നോട് ചതി കാണിക്കേണ്ടി വരില്ലായിരുന്നു കേട്ടോ. ഒന്ന് മിണ്ടാണ്ടിരാ. എടാ സോറി, ഞാനിപ്പോൾ നിൻ്റെ ഗൂഗിൾ പേയിലേക്കാണ് 5000 രൂപ അയച്ചിട്ടുണ്ട്. ഞാൻ കൂടെ. എടാ സോറി കേട്ടോ. പിന്നെ സോറി മിണ്ടാണ്ടിരുന്നു, അല്ലെങ്കിൽ ഇനി അടിച്ചിട്ട് വേണം. സോറിയുടെ അറിയാതെ പറ്റിയതാ. നീ ഒരു പോട്ടെ. എന്നാൽ ശരി. നീ ഇപ്പോൾ എവിടെയാ? ഞാനാണെങ്കിൽ റേസ് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാം. നന്നായി. നീ ഇപ്പോൾ എവിടെയാ? ഞാനീ മറ്റേ സ്ഥലത്ത്. അവിടെയാണല്ലേ. അപ്പോൾ ഇതേമാണ് സ്ഥലത്ത്. അപ്പോൾ ഗൈസ് നേരെ നമുക്ക് പോവാം. ഗൈസ് എന്നാന്ന് വെച്ചാണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് പറക്കാൻ പോവാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരണമായിരിക്കും. അങ്ങനെ പെട്ടെന്ന് പോവാം.
നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ചാടാം. എന്നിട്ട് എന്നെ സംഭവം എന്നെന്ന് അറിയില്ല എനിക്ക്. അപ്പം നിങ്ങൾ വരെ കണ്ടു നോക്കുക. അപ്പം എന്തായാലും നേരെ ഞാൻ കയറി പോവാണ്. ഇത് കയറാൻ തന്നെ വരണമെങ്കിൽ ഉണ്ടല്ലോ ഒരു 2 ആഴ്ച വരും. എൻ്റെ അമ്മ പെട്ടെന്ന് കയറിക്കോ. അപ്പോൾ ഗൈസ് നമ്മൾ പറക്കാൻ പോകട്ടോ, നമ്മുടെ സിറ്റിയിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും നോക്കിക്കോ. അപ്പോൾ പാരഷൂട്ട് കണ്ടോ, ഗൈസ് അവിടെ ഒരു മറ്റാണെങ്കിൽ ബിൽഡിങ്ങുകളൊക്കെ എടുക്കണ്ടല്ലോ. ഇത് ഇവിടെ കേട്ടോ ഞാൻ തൊട്ട് കാണിച്ചേ. അത് ഞങ്ങളുടെ കമ്പനിയുടെയാണ്. അപ്പോൾ എന്തായാലും ആണെങ്കിൽ ഉണ്ടല്ലോ അത് നമ്മുടെ കൂട്ടുകാരന്മാരും പിന്നെ ഞാനൊക്കെ ഉണ്ടാക്കിയൊരു സാധനം. അതിൻ്റെ അകത്ത് എന്നാണെന്നറിയുമോ? ചന്ദനത്തടി. ഇതാർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പോലീസുകാർ ഈ നാട്ടിൽ നമ്മൾ കാരണമാണ് മറ്റാണ് ഈ പോലീസുകാർ നമ്മളെപ്പോഴൊക്കെയും പിടിക്കണേ. എൻ്റെ അമ്മ മതിലിൻ്റെ അവിടെ തന്നെ അടിച്ച് കാണാം. നന്നായി. ഇപ്പം 4200 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആരാഴ്ചയെന്നറിയില്ല. നാരിക്കൂട് പൊട്ടാ എന്നോ മഞ്ഞുമായി പേരുണ്ടായിക്കൊണ്ട് വരും. ഇവന്മാരൊക്കെ വിശ്വസിക്കില്ല കേട്ടോ, ചതിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ടിപ്സിന് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാരാ? നമ്മുടെ ടിപ്സിനല്ലേ. എന്താടാ നീ റേസിനോ? ഞാൻ റേസിനാണ് ഈ വീട്ടിൽ വന്നേക്കുക. എന്നാൽ ശരിയടാ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പുതിയ വീഡിയോ ഇടും. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിക്കേണ്ട ആവശ്യമില്ല, സബ്സ്ക്രൈബറിൻ്റെ അകത്ത് വയ്ക്കാൻ മതി. അതിൻ്റെ അകത്ത് കുറേ സബ്സ്ക്രൈബിൻ്റെ അകത്ത് ആവും. അപ്പോൾ എൻ്റെയും കൂടെ ആവും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ്.